1995 ശേഷമുള്ള മോശം എക്കണോമിക് ഡേറ്റയുടെയും വീക്ക് കൺസ്യൂമർ സെൻറ്റിമെൻറ്റിൻ്റെയും ഇൻഫ്ലേഷനെക്കുറിച്ചുള്ള ആശങ്കയുടെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. ഡോ ജോൺസ് 1.7% ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് 2.2% ഇടിഞ്ഞു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. ഇൻഡെക്സ് 0.5% ഇടിഞ്ഞ് 22,800 എന്ന ക്രൂഷ്യൽ സപ്പോർട്ട് നഷ്ടപ്പെടുത്തി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 3,449 കോടിയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2,884 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ മനസ്സിലാക്കാം. ഒന്നാമത്തേത് സൊമാറ്റോ, ജിയോ ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ഇൻഡെക്സ് റീച്ചിങ്ങിൻ്റെ ഭാഗമായി ഈ രണ്ട് സ്റ്റോക്കുകളും നിഫ്റ്റി 50യിൽ സ്ഥാനം പിടിക്കുകയാണ്. മാർച്ച് 28-ാം തീയതിയോടുകൂടിയാണ് ഈ സ്റ്റോക്കുകൾ നിഫ്റ്റി 50യിൽ സ്ഥാനം പിടിക്കുന്നത്. അതേസമയം ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, BPCL തുടങ്ങിയ സ്റ്റോക്കുകൾ ഇൻഡെക്സിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു. ബജാജ് ഓട്ടോ അതിൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ് എക്സ്പാൻഷൻ്റെ ഭാഗമായി 180 മില്യൺ യൂറോയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബജാജ് ഓട്ടോ ഇൻ്റർനാഷണൽ നെതർലാൻഡ് എന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ KTMലുള്ള സ്റ്റേക്ക് ഹോൾഡിങ്ങും ഉയർത്തുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബജാജ് ഓട്ടോ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. US FDAയുടെ സൈഡിൽ നിന്നും ibuprofന്റെ 800 mg ടാബ്ലറ്റും ഫെമോറ്റൈഡിൻ്റെ 26.6 mg ടാബ്ലറ്റ് നിർമ്മിക്കാനുള്ള റൈറ്റ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഡിമാൻഡ് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സൈഡസ് ലൈഫ് സയൻസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. KP എനർജി എന്ന കമ്പനി 2.8 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് പവർ പ്രോജക്റ്റ് മധ്യപ്രദേശിലെ ബുറുച്ചിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ KP എനർജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ബൽറാംപൂർ ചീനി എന്ന കമ്പനി പോളിലാക്റ്റിക് ആസിഡ് ബയോപോളാർ പ്ലാന്റ് ഉത്തർപ്രദേശിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 2,850 കോടി രൂപയുടെ കാപ്പെക്സ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് ആരംഭിക്കുകയും ചെയ്തു. അവന്യൂ സൂപ്പർ മാർക്കറ്റ് വിശാഖപട്ടണത്ത് പുതിയ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 391 ഉയർത്തിയിട്ടുണ്ട്. ആൾ കാർഗോ ലോജിസ്റ്റിക് എന്ന കമ്പനിയുടെ കാർഗോ ഹാൻഡ്ലിംഗ് ഡേറ്റ പുറത്തു വന്നു. ആൾ കാർഗോ ലോജിസ്റ്റിക്സിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് ഇയർ ഓൺ ഇയറിൽ 4%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1% ഉയർന്നു. ഗബ്രിയേൽ ഇന്ത്യ എന്ന കമ്പനി സസ്പെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ടെക്നോളജി ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ട്രാക്ക് ടൈം എന്ന കമ്പനിയുമായി ചേർന്ന് ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. നെസ്കോ റീറ്റെയിൽ എന്ന പേരിൽ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനി നെസ്കോ ആരംഭിച്ചിട്ടുണ്ട്. ബസാർ സ്റ്റൈൽ റീറ്റെയിൽ എന്ന കമ്പനി ആസാമിൽ പുതിയ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കമ്പനിയുടെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 203 എത്തി. ബയോ കൺട്രോൾ ടെക്നോളജിയുടെ ഇൻവെൻഷൻ പാർട്ണർഷിപ്പിന് വേണ്ടി PI ഇൻഡസ്ട്രീസും സി ക്യാമ്പ് എന്ന കമ്പനിയും തമ്മിൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു. PNB ഹൗസിംഗ് ഫിനാൻസ് 2,500 കോടി രൂപ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴിയും നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴിയും ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓയിൽ ഇന്ത്യ എന്ന കമ്പനി മിനറൽ എക്സ്പ്ലോറേഷന് വേണ്ടി ക്രിട്ടിക്കൽ മിനറൽ ബ്ലോക്സ് എക്സ്പ്ലോറേഷന് വേണ്ടി മിനറൽ എക്സ്പ്ലോറേഷൻ എന്ന കമ്പനിയുമായി ചേർന്ന് ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. IRFC എന്ന കമ്പനി NTPC റിന്യൂവബിൾ എനർജിക്ക് 7,500 കോടി രൂപയുടെ ടേം ലോൺ നൽകി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IRFC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് ആസാം പവർ ജനറേഷൻ കോർപ്പറേഷനും ഓയിൽ ഇന്ത്യയും തമ്മിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചു. GNA മൊബിലിറ്റി എന്ന പേരിൽ GNA ആക്സൽ എന്ന കമ്പനി ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി ആരംഭിച്ചിട്ടുണ്ട്. മെഡ്പ്ലസ് ഹെൽത്ത് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. മെഡ്പ്ലസ് ഹെൽത്ത് എന്ന അല്ലെങ്കിൽ മെഡ്പ്ലസ് ഹെൽത്ത് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ഒപ്റ്റിമൽ ഹെൽത്ത് സൊല്യൂഷൻ എന്ന കമ്പനിയുടെ ഡ്രഗ് ലൈസൻസ് പല സ്റ്റേറ്റുകളിലും സസ്പെൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പൈസാലോ ഡിജിറ്റൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഉജ്ജീവൻ സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്ന കമ്പനി അതിൻ്റെ നോൺ പെർഫോമിംഗ് അസറ്റുകളെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി 3,665 കോടി രൂപയുടെ അസറ്റ്, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. RVNL എന്ന കമ്പനിക്ക് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്നും 186 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ അദാനി ഗ്രീൻ എനർജി 24 എന്ന കമ്പനി 280 മെഗാവാട്ടുള്ള ഒരു സോളാർ പ്ലാന്റ് രാജസ്ഥാനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ടോട്ടൽ ഓപ്പറേഷണൽ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 11,916 മെഗാവാട്ടായി ഉയരുകയും ചെയ്തു. ഭാരതി എയർടെൽ എന്ന കമ്പനി എയർടെൽ ആഫ്രിക്കയുടെ 5% സ്റ്റേക്കുകൾ എയർടെൽ ആഫ്രിക്ക മൗറീഷ്യസ് ലിമിറ്റഡ് വഴി അക്വയർ ചെയ്തു. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന കമ്പനി കേരളത്തിൽ 1,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന 5 വർഷത്തിനുള്ളിൽ നടത്തും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. ബ്രിഗേഡ് എൻ്റർപ്രൈസസിനെ പോലെ തന്നെ ആസ്റ്റർ DM ഹെൽത്ത് കെയറും
880 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ നടത്തിയേക്കും. സാഗൽ പ്രീപെയ്ഡ് എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇൻഡസ് ടവറിൻ്റെ എംപ്ലോയീസ് ബെനിഫിറ്റ്, എംപ്ലോയീസ് എക്സ്പെൻസ് എന്നിവ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഡസ് ടവറും സാഗൽ പ്രീപെയ്ഡ് എന്ന കമ്പനിയും തമ്മിൽ ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഗ്രാന്യൂൾസ് ഇന്ത്യ എന്ന കമ്പനി സെൻ കെമിക്കൽസ് എന്ന കമ്പനിയെ 193 കോടി രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. സ്വിഗ്ഗി എന്ന കമ്പനി സ്കൂട്ടി ലോജിസ്റ്റിക്സിൽ 1000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. റെയിൽടെൽ കോർപ്പറേഷന് ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേയിൽ നിന്നും 288 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അമി ഓർഗാനിക്സ് എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാം. കമ്പനി 1:2 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്